ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കവേർഡ് പുട്ട് എന്ന സ്ട്രാറ്റജിയാണ് ഇന്ന് പഠിക്കുന്നത്. ഇത് കവേർഡ് കോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ അപ്സൈഡിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. കവേർഡ് കോളിന്റെ റിസ്ക് ഡൗൺ സൈഡിലേക്കാണ്, 0 വരെ ഇത് പോകാൻ പറ്റുകയുള്ളൂ സ്റ്റോക്കിന്. പക്ഷേ അപ്സൈഡ് റിസ്ക് പുട്ടിന്റെ കേസിൽ, കവേർഡ് പുട്ടിന്റെ കേസിൽ അപ്സൈഡ് റിസ്ക് അൺലിമിറ്റഡ് ആണ്. ഇത് അറിയണം. ഒരു ഷോർട്ട് പൊസിഷൻ, ഒരു ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തുകൊണ്ട് ഒരു പുട്ട് അതിൻ്റേത് തന്നെ വിൽക്കുക, ഇതാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കണം. അറ്റ് ദ മണി പുട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമ്മൾ ന്യൂട്രൽ ആയിരിക്കണം. മാർക്കറ്റിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കാവൂ. ഇത് ചെയ്യുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യാനാണ്, പുട്ട് വഴിയുള്ള ഇൻകം. കാരണം പുട്ട് എക്സ്പയർ ആണ്, അതാണ് നമ്മുടെ ആവശ്യം. അതേസമയം സ്റ്റോക്ക് മുകളിലേക്ക് പോകാനും പാടില്ല. അത് ഈ 2 ക്രൈറ്റീരിയ ആണ് നമുക്ക് ആവശ്യം. നമുക്ക് ഇൻകം കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാം? ന്യൂട്രൽ ടു സ്ലൈറ്റ്ലി ബെയറിഷ്, ഇതാണ് നമുക്ക് ആവശ്യം. ഒന്ന്, ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ തിരഞ്ഞെടുക്കാം. ഒരു സ്റ്റോക്കിന്റെ ലിക്വിഡ് മീൻസ് നമുക്ക് ഓർഡർ ഇട്ടിട്ട് അത് എക്സിക്യൂട്ട് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്. കാരണം അതിയായ അളവിൽ അതിനകത്ത് ട്രേഡേഴ്സ് ഉള്ള ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ ലിക്വിഡ് സ്റ്റോക്ക് എന്ന് പറയാം. അത് ഓപ്ഷൻ മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് ആയിരിക്കണം. അതിനുശേഷം ചെയ്യേണ്ടത് ആ സ്റ്റോക്കിന്റെ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുക. ഷോർട്ട് മീൻസ് നമ്മുടെ കയ്യിൽ പൊസിഷൻസ് ഒന്നുമില്ല, നമ്മൾ ആദ്യം ചെയ്യുന്നത് വിൽക്കുക എന്നുള്ളതാണ്. ആ വിറ്റ് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത പൊസിഷൻ നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾക്ക് അതിനെ പറയുന്ന പേരാണ് ഷോർട്ട്. അത് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് ബൈ ചെയ്യണം, ബൈ ടു ക്ലോസ്. അപ്പോഴേ അത് മാർക്കറ്റിൽ അത് പൊസിഷൻ ക്ലീൻ ആവുകയുള്ളൂ. അതിനുശേഷം, അതായത് ഷോർട്ട് ചെയ്തതിന് ശേഷം ഒരു പുട്ട് ഓപ്ഷൻ അതിൻ്റെത് വിൽക്കുക. ഇതാണ് ഇതിനകത്തെ സിസ്റ്റം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റിലയൻസ് ചെയ്യാം. ഞാൻ അനാലിസിസ് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ. അനാലിസിസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ നമ്മൾ ടെക്നിക്കാണ് പഠിക്കുന്നത്. അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇത് ന്യൂട്രൽ ടു ബിയറിഷ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ന്യൂട്രൽ ടു ബിയറിഷ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ സ്റ്റോക്ക് അവിടെ തന്നെ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കണം. അതല്ല എങ്കിൽ താഴോട്ട് പോയാലും കുഴപ്പമില്ല. മുകളിലേക്ക് പോയാൽ നമുക്ക് പ്രശ്നമാണ്. നമുക്കത് ഇവിടെ നോക്കാം. ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുകയാണ്. ഫ്യൂച്ചർ സെല്ലാണ് ചെയ്യുന്നത്. അതാണ് ഷോർട്ട് ആഡ് പൊസിഷൻ. ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടി. ഷോർട്ട് ചെയ്യുമ്പോൾ പ്രൈസ് താഴേക്ക് പോയാൽ 1229 ഇപ്പോഴത്തെ പ്രൈസ്. അവിടെ നിന്ന് താഴേക്ക് പോയി 10% പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാഭം കിട്ടുന്നത് 67,000 രൂപയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 1,07,000 രൂപ. 1,07,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് താഴേക്ക് പോയാൽ ഇത്രയും പ്രോഫിറ്റ് ഒക്കെ, ഈ ലെവലിലൊക്കെ പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പൊസിഷൻ പോവുകയാണെങ്കിൽ മുകളിലോട്ടാണ് പോകുന്നത്. സ്റ്റോക്ക് മുകളിലേക്ക് റിലയൻസിന്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 10% കൂടി കഴിഞ്ഞാൽ നമുക്ക് 58,850 രൂപ നഷ്ടം വരും. ഈ ഒരു പ്രോഫിറ്റ് ലോസ് സിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ബ്രേക്ക് ഇവൻ 1229 ആണ്. നമ്മൾ വാങ്ങിയ ആ പ്രൈസ് തന്നെയാണ്, അവിടെ തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് പോയാൽ നഷ്ടം, താഴേക്ക് പോയാൽ ലാഭം. സ്റ്റോക്കിന്റെ വിലയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇതിന് ഒരു പുട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. പുട്ട് എന്ന് പറയുമ്പോൾ ഈ അറ്റ് ദ മണി പുട്ടാണ് നമുക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ന്യൂട്രൽ സ്ട്രാറ്റജി എടുക്കുന്നത്. നമുക്ക് ന്യൂട്രൽ എടുക്കാം, അതല്ല പിന്നെ ഈ പുട്ട് വെച്ചിട്ട് സ്ലൈറ്റ്ലി ബിയറിഷ് ആണെങ്കിലും എടുക്കാം. അതിലും കൂടുതൽ ബിയറിഷ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് OTM പുട്ട് വെച്ച് ചെയ്യാം. സ്റ്റോക്കിന്റെ പ്രൈസും 1-2-1 ആണ് നിൽക്കുന്നത്. 1-2-1. സോ 1-2-1 ആയതുകൊണ്ട് 1-2-20 ആണ് അറ്റ് ദ മണി. 1-2-0 പുട്ട് നമുക്ക് വിൽക്കാം. ഒരെണ്ണം 1-2-0 പുട്ട്. ഓപ്ഷൻസ്, പുട്ട് സെൽ. നമുക്കിപ്പോൾ ഒരു കവേർഡ് പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. കവേർഡ് പുട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഈ പുട്ട് ഓപ്ഷന്റെ റിസ്ക് സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോഴാണ്. ഷോർട്ട് പുട്ട് മീൻസ് പുട്ട് വിറ്റ് കഴിഞ്ഞാൽ
ആ പുട്ടിന്റെ അണ്ടർലൈൻ സ്റ്റോക്ക് താഴേക്ക് പോകരുത്. അതാണ് നമ്മുടെ ആവശ്യം. താഴേക്ക് പോയാൽ പുട്ടിന്റെ നമുക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പുട്ട് ഓപ്ഷന്റെ വില കൂടുന്നത് സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോഴാണ്. അപ്പൊ സ്റ്റോക്ക് താഴേക്ക് പോയാൽ നമ്മുടെ വിറ്റ പുട്ട് ഓപ്ഷന്റെ വില കൂടുകയും നമുക്കത് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. കാരണം നമ്മൾ വിൽക്കുക ചെയ്യും, നമ്മൾ വാങ്ങിയായിരുന്ന കുഴപ്പമില്ല. ഇവിടെ നമ്മൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിസ്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതാണ് കവേർഡ് എന്ന് പറയുന്നത്. കവേർഡ് മീൻസ് റിസ്ക് ഈസ് കവേർഡ്. റിസ്ക് കവർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കവർ ചെയ്ത്? ഫ്യൂച്ചറും താഴോട്ട് പോകും. സ്റ്റോക്ക് താഴോട്ട് പോകുമ്പോൾ ഫ്യൂച്ചറും താഴോട്ട് പോകുന്നതുകൊണ്ട് പുട്ടുകൊണ്ടുണ്ടാകുന്നുള്ള കുഴപ്പങ്ങൾ സ്റ്റോക്ക്, അതായത് ഫ്യൂച്ചർ പോകുന്നത് കൊണ്ട് അത് ക്ലിയർ ചെയ്തോളും. അപ്പൊ നമുക്ക് കിട്ടുന്ന ലാഭം, മാക്സിമം ലാഭം 16,625 രൂപ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ലാഭം അതാണ്. ഇത് 0 വരെ സ്റ്റോക്ക് പോയാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് 16,625 രൂപ കിട്ടും. മുകളിലേക്കാണെങ്കിലോ, മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റോക്ക് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ, അതായത് ന്യൂട്രൽ ടു ബിയറിഷ് എന്നാണ് നമ്മൾ പഠിച്ചത്. ന്യൂട്രൽ ടു ബിയറിഷ് ആകുമ്പോൾ, ന്യൂട്രൽ ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ന്യൂട്രൽ ആണ്. കാരണം ഈ മാസം ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ, അതായത് ആ ഒരു പോയിന്റിൽ തന്നെ 1229 നമ്മൾ വിറ്റ് 1220 അടുത്തൊക്കെയുള്ള 1220 പുട്ടാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ 1220 വരെ സ്റ്റോക്ക് തന്നു കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ലാഭം അവിടുന്ന് കിട്ടും. പക്ഷെ ബാക്കിയുള്ള പുട്ടിന്റെ ഫുൾ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. കാരണം പുട്ട് ഔട്ട് ഓഫ് ദ മണി ആയിട്ട് എക്സ്പയർ ആയി പോകും, വാല്യൂ ഇല്ലാതെ. അങ്ങനെ നമുക്ക് 16,625 രൂപ മാക്സിമം പ്രോഫിറ്റ് അതിനകത്ത് കിട്ടാനുള്ള അവസരം ന്യൂട്രൽ ആണെങ്കിൽ പോലും ഉണ്ടാവും. അപ്പൊ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതിൽ 2 കാര്യങ്ങളിലും നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നത് കൊണ്ടാണ് ഈ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 66.29 എന്നുള്ള രീതിയിൽ ഇവിടെ കാണുന്നത്. അതായത് ഈ ട്രേഡ് വിൻ ചെയ്യാനുള്ള സാധ്യത ടെക്നിക്കലി കൂടുതലാണ് എന്നർത്ഥം. സ്റ്റോക്കിന്റെ കാര്യം ഇവിടെ നോക്കുന്നില്ല, ഇവർ ഓപ്ഷൻ നോക്കിയിട്ടാണ് ഈ പറയുന്നത്. സ്റ്റോക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഈ ലോകത്ത് ആർക്കും അറിയില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുപോകാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അതിനുള്ള സ്ട്രാറ്റജികളാണ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. ഇവിടെ അതാണ്, അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് കവേർഡ് പുട്ട്. നമ്മൾ വേറെ പല സ്ട്രാറ്റജികൾ പഠിച്ചിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് കവേർഡ് പുട്ട്. റിസ്ക് ഈസ് കവേർഡ് ഓഫ് ദ പുട്ട്. ഇതാണ് കവേർഡ് പുട്ട്. നമുക്ക് ബാക്കി ലെസൺസ് കൂടെ നോക്കാം. എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? ഒന്ന്, ഇൻകം കിട്ടുന്നുണ്ട്. ഏതാണ് ഇൻകം? ഈ ഇൻകം 11,975 ആണ് പുട്ടിന്റെ ഇൻകം. അത് നമുക്ക് കിട്ടും. ഒപ്പം ഈ സ്റ്റോക്കും 1229 നിന്ന് താഴോട്ട് കുറച്ചുകൂടെ, ഫ്യൂച്ചർ അവിടെയാണ് നിന്നത്, അവിടെ നിന്ന് കുറച്ച് താഴോട്ട് വരാനുള്ള ഒരു റേഞ്ച് ഉണ്ട്, 1220 വരെ വരാം. അത് ആ പ്രോഫിറ്റോട് കൂട്ടുമ്പോഴാണ് നമുക്ക് 16,625 പ്രോഫിറ്റ് കിട്ടുന്നത്. അത് നമുക്ക് കിട്ടും. ഈ പ്രീമിയം, നമുക്ക് ഈ വിറ്റ പ്രീമിയം ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ വരും, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അതിന്റെ ഫോർമാലിറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ വരും. ഹെഡ്ജിങ് കേപ്പബിലിറ്റി. ഈ ഷോർട്ട് പൊസിഷന്റെ റിസ്ക് സ്റ്റോക്ക് മുകളിലേക്ക് പോകുക എന്നുള്ള. സ്റ്റോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഈ 11,975 രൂപ നമുക്ക് ആ മുകളിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. അതാണ് 1253 വരെ. 1253 എന്ന് പറയുമ്പോൾ 1229 1,229 രൂപയ്ക്കാണ് നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് മുകളിലോട്ട് കുറച്ച് പോയാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ പ്രീമിയം കൊണ്ട് കുറച്ചങ്ങ് കവർ ചെയ്യും. ആ റിസ്ക് ആണ് ഇങ്ങോട്ട് ഈ കാണുന്നത്. 1253 വരെ നമ്മൾ ഓക്കെ. മുകളിലോട്ട് നമ്മുടെ തീരുമാനം തെറ്റായിപ്പോയി, ഷോർട്ട് ചെയ്ത തീരുമാനം തെറ്റായി പോയെങ്കിൽ പോലും സ്റ്റോക്കിന് വീണ്ടും ഒരു 2.25% മുകളിലോട്ട്, അതായത് 1253 വരെ പോയാൽ പോലും നമ്മൾക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ലാഭം കിട്ടാനുള്ള ഉദ്ദേശം അത്രയും കിട്ടിയില്ല. പക്ഷെ എന്നാലും നഷ്ടം വരുന്നത് കുറച്ച് ഈ പുട്ട് ഓപ്ഷൻ വിറ്റതുകൊണ്ട് കുറച്ച് കവറായി പോകുന്നുണ്ട്. കാരണം പുട്ട് ഓപ്ഷന്റെ വില കുറയും സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ. അങ്ങനെയാണ് പുട്ട് ഓപ്ഷന്റെ സ്ട്രക്ചർ. അതാണ് ഹെഡ്ജിങ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ളത് കോസ്റ്റ് എഫിഷ്യൻസി ആണ്. ലോവർ മാർജിൻ റിക്വയർമെന്റ്സ് കമ്പയർഡ് ടു നേക്കഡ് ഓപ്ഷൻസ്. ഈ ഒരു ഓപ്ഷൻ ഈ പുട്ടിന്റെ മാത്രം നോക്കുകയാണെങ്കിൽ അതിന് അഡീഷണൽ ഓപ്ഷൻ ഒന്നും ആയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ 1,29,000 കൊടുത്ത് സ്റ്റോക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ചെറിയ മാർജിനോടുകൂടി നമുക്ക് ഈ പുട്ട് വിൽക്കാൻ ഉള്ള ഒരു അവസരം ഇവിടെ കിട്ടുകയാണ്. നേക്കഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഫ്യൂച്ചർ ഇല്ലാതെ ചെയ്യുന്നതാണ്. അതായത് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നേക്കഡ് ഓപ്ഷനാണ്. അതിന്റെ റിസ്ക് കൂടെ ഒന്ന് കണ്ടിട്ട് മാറാം. നേക്കഡ് ഓപ്ഷന്റെ റിസ്ക് സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ നഷ്ടം വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അത് ചെയ്യണമെങ്കിൽ മാത്രം 1,03,000 രൂപ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ഫ്യൂച്ചർ വിറ്റ കൊണ്ട് വളരെ ചെറിയ മാർജിനുള്ളത് ഈ ഒരു പുട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കോസ്റ്റ് എഫിഷ്യൻസി. ഇതിന്റെ ചില റിസ്കുകൾ ഉണ്ട്. അൺലിമിറ്റഡ് ലോസ് പൊട്ടൻഷ്യൽ നമ്മൾ ചാർട്ടിനകത്ത് കണ്ടു. സ്റ്റോക്ക് മുകളിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും. മുകളിലേക്ക് ഒരു സ്റ്റോക്കിന് എവിടെ വരെ പോകുന്ന യാതൊരു റെസ്ട്രിക്ഷൻസിനും ഇല്ല. എവിടെ വരെ പോയി കഴിഞ്ഞോ
അതിനനുസരിച്ച് നമുക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കും. ലിമിറ്റഡ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ, നമ്മളൊരു പ്രോഫിറ്റ് ലെവൽ കണ്ടായിരുന്നു 16,000 സംതിങ്, അതിൽ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയില്ല. അത് രണ്ടുമാണ് അതിനകത്തെ പ്രശ്നങ്ങൾ. പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് ഒരു ഷോർട്ട് സെല്ലിംഗ് ഫ്യൂച്ചറാണ്, അതോടൊപ്പം ഒരു പുട്ട് വിൽക്കുക എന്നുള്ളതാണ് കവേർഡ് പുട്ട്. ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ട്രേഡേഴ്സിനാണ് സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. അവർക്ക് മാർക്കറ്റ് തിരിച്ചറിഞ്ഞിട്ട് ഇത് ചെയ്യുകയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യാൻ അവർക്ക് അറിയാം, അവരത് ചെയ്യും. അതായത് ആക്റ്റീവ് മാനേജ്മെന്റ് ഈ പൊസിഷൻ എടുക്കാൻ ആവശ്യമാണ്. റിസ്കുകളുണ്ട്, അത് അറിയണം, അത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share, comment and subscribe. Happy investing.